വിദ്യാർത്ഥികളെ രണ്ടാം വർഷ ഓഫീസ് ഓപ്പറേഷൻസ് എക്സിക്യൂട്ടീവ് കോഴ്സിന്റെ ഇന്നത്തെ പാഠഭാഗത്തിലേക്ക് ഏവരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് ബിന്ദു ടി.എം. TKDM ഗവൺമെൻറ് VHSSലെ വൊക്കേഷണൽ അധ്യാപികയാണ്. രണ്ടാം വർഷ OFE കോഴ്സിൻ്റെ മൂന്നാമത്തെ ടോപ്പിക്കിലെ തന്നെ ഹെൽത്തി ആൻഡ് ഹൈജീനിക് എൻവയോൺമെൻറ്റ് അറ്റ് വർക്ക് പ്ലേസ് എന്ന ഭാഗവും അതുപോലെ തന്നെ ഫയർ ആൻഡ് സേഫ്റ്റി ടെക്നിക്സ് എന്ന ഭാഗവുമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഓരോ ടോപ്പിക്കും വിശദമായി തന്നെ മനസ്സിലാക്കാം. ഹെൽത്തി ആൻഡ് ഹൈജീനിക് എൻവയോൺമെൻറ്റ് അറ്റ് വർക്ക് പ്ലേസ്. ആദ്യമായി നമുക്ക് ഹെൽത്തി വർക്ക് പ്ലേസ് അഥവാ ആരോഗ്യപരമായ തൊഴിൽ സ്ഥലം എന്താണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ടോപ്പിക് തുടങ്ങാം. എ ഹെൽത്തി വർക്ക് പ്ലേസ് ഈസ് one in which workers and managers collaborate to use a continual improvement process and promote the health, safety and well-being of all workers. എല്ലാ തൊഴിലാളികളുടെയും ആരോഗ്യവും സുരക്ഷയും ക്ഷേമവും വർദ്ധിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിനായി മാനേജർമാരും തൊഴിലാളികളും സഹകരിച്ചുകൊണ്ട് തുടർച്ചയായി മെച്ചപ്പെടുത്തൽ നടപടികൾ ചെയ്യുന്ന ഒരു സ്ഥലത്തെ നമുക്ക് ഹെൽത്തി വർക്ക് പ്ലേസ് അഥവാ ആരോഗ്യകരമായ ജോലിസ്ഥലം എന്ന് പറയാവുന്നതാണ്. ഒക്കുപ്പേഷണൽ ഹൈജീൻ അഥവാ തൊഴിൽപരമായ ശുചിത്വം. ഒക്കുപ്പേഷണൽ ഹൈജീൻ ഈസ് ഡിഫൈൻഡ് ബൈ ദി ഇന്റർനാഷണൽ ഒക്കുപ്പേഷണൽ ഹൈജീൻ അസോസിയേഷൻ or IOHA as the discipline of anticipating, recognizing, evaluating and controlling health hazards in the working environment with the objective of protecting workers' health and well-being and safeguarding the community at large. അതായത് തൊഴിൽപരമായ ശുചിത്വം എന്നതിനെ ഇൻ്റർനാഷണൽ ഒക്കുപ്പേഷണൽ ഹൈജീൻ അസോസിയേഷൻ അഥവാ IOHA നിർവചിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്. തൊഴിലാളിയുടെ ആരോഗ്യവും ക്ഷേമവും സംരക്ഷിക്കുന്നതിനുള്ള ലക്ഷ്യത്തോടൊപ്പം തന്നെ സമൂഹത്തെ ഒന്നാകെ വലിയ തോതിൽ സംരക്ഷിക്കുകയും ജോലിസ്ഥലത്തെ ആരോഗ്യ അപകടങ്ങളെ മുൻകൂട്ടി കാണുകയും തിരിച്ചറിയുകയും വിലയിരുത്തുകയും നിയന്ത്രിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഹെൽത്തി ആൻഡ് ഹൈജീനിക് എൻവയോൺമെൻറ്റ് എന്ന ടോപ്പിക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹൗ ടു മെയിൻറ്റെയിൻ എ ഹെൽത്തി ആൻഡ് ഹൈജീനിക് എൻവയോൺമെൻറ്റ് ഇൻ വർക്ക് പ്ലേസ്. ആരോഗ്യകരമായ ഒരു വർക്കിംഗ് പ്ലേസ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് നോക്കാം. ഒരു വർക്കിംഗ് എൻവയോൺമെൻറ്റ് ആരോഗ്യകരവും സുരക്ഷിതത്വവും ഉള്ളതായി നിലനിർത്താൻ എന്തെല്ലാം മുൻകരുതലുകൾ നമുക്കെടുക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കാം. ഒന്നാമതായി, ഒരു വ്യക്തി താൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ ആരോഗ്യം, സുരക്ഷ, സുരക്ഷിതത്വം എന്നിവയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളെപ്പറ്റി കൃത്യമായി അറിയുകയും അവയൊക്കെ തന്നെ ജോലിസ്ഥലത്ത് ഫോളോ ചെയ്യുകയും വേണം. നിങ്ങൾ ജോലി ആരംഭിക്കുന്നതിന് മുൻപ് എന്തെങ്കിലും അപകട സാധ്യതാ വിലയിരുത്തലുകൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ജോലിസ്ഥലം പരിശോധിച്ച് നിങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ ഉപകരണങ്ങളും സുരക്ഷിതമാണോ എന്ന് പരിശോധിക്കുക. അപകട സാധ്യതകൾ ഒഴിവാക്കാൻ നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ആരോഗ്യ സുരക്ഷാ നയങ്ങൾ പാലിക്കുക. നെക്സ്റ്റ്, ആരോഗ്യത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയായേക്കാവുന്ന എന്തെങ്കിലും ഉണ്ടായാൽ അത് ഒഴിവാക്കാൻ ശ്രമിക്കുക. അടുത്തതായി നമുക്ക് ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ എങ്ങനെയൊക്കെ സുരക്ഷിതത്വമായി ഉപയോഗിക്കാൻ കഴിയുമെന്ന് നോക്കാം. ഓഫീസ് മെഷീനുകളും ഉപകരണങ്ങളും ശരിയായി ഇൻസ്റ്റാൾ ചെയ്യുകയും പതിവായി സർവീസ് ചെയ്യേണ്ടതുമാണ്. ഓഫീസിലെ ഓരോ ഉപകരണങ്ങളും പ്രവർത്തിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ ഉപയോഗിക്കുന്നതിനോ മുൻപ് തന്നെ അവ കൃത്യമായി വർക്കിംഗ് കണ്ടീഷനിലാണെന്ന് ഉറപ്പാക്കേണ്ടതാണ്. എല്ലാ വൈദ്യുതോപകരണങ്ങളും കൃത്യമായ ഇടവേളകളിൽ മെയിൻ്റനൻസ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ നമ്മൾ കമ്പ്യൂട്ടർ പോലെയുള്ള ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുമ്പോൾ ഭിത്തിയിൽ നിന്നും
അതായത് വാൾ സോക്കറ്റിൽ നിന്നും ഒരു പ്ലഗ് ഊരിയെടുക്കുമ്പോൾ പ്ലഗിൽ പിടിച്ചുകൊണ്ട് റിമൂവ് ചെയ്യുക. ഒരിക്കലും അതിൻ്റെ കോഡിൽ പിടിച്ചുകൊണ്ട് ഊരിയെടുക്കാൻ ശ്രമിക്കരുത്. ഇലക്ട്രിക്കൽ ഔട്ട്ലെറ്റ് പോയിന്റുകൾ ഓവർലോഡ് ആകാതിരിക്കാൻ ശ്രദ്ധിക്കുക. കേടായ ഉപകരണങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. കമ്പ്യൂട്ടർ പോലെയുള്ള വൈദ്യുതി മൂലം പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ ഉപയോഗിക്കേണ്ടി വരുമ്പോൾ ചിലപ്പോൾ അതിൽ നിന്നും അമിതമായി ചൂട് പുറത്തേക്ക് വരിക, ഷോക്കടിക്കുക, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് കത്തുമ്പോഴുണ്ടാകുന്നത് പോലെയുള്ള സ്മെൽ ഉണ്ടാവുക എന്നീ സന്ദർഭങ്ങളിൽ ആ സ്ഥലത്ത് നിന്ന് അവ റീപ്ലേസ് ചെയ്യുകയും മെയിൻ്റനൻസ് സ്റ്റാഫിൻ്റെ സഹായം തേടാവുന്നതുമാണ്. അതുപോലെ തന്നെ ടെലിഫോൺ വയറുകൾ നിലത്ത് കുരുങ്ങിക്കിടക്കാൻ ഇടയാകുന്നത് ഒഴിവാക്കുക. ഇപ്പോൾ പറഞ്ഞ പോയിന്റുകളെല്ലാം തന്നെ നിങ്ങൾക്ക് കുറിച്ചെടുത്ത് നോട്ട്ബുക്കിൽ സൂക്ഷിക്കാവുന്നതാണ്. അടുത്തതായി നമുക്ക് എങ്ങനെയൊക്കെ ഒരു വർക്ക് പ്ലേസ് ശുചിത്വമുള്ളതായി സംരക്ഷിക്കാം അല്ലെങ്കിൽ നിലനിർത്താമെന്ന് നോക്കാം. അതിനുള്ള ടിപ്പുകളാണ് ഇനി പറയാൻ പോകുന്നത്. ഹൈജീനിക് എൻവയോൺമെൻറ്റ് നിലനിർത്തുന്നതിനായി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് നോക്കാം. മെയിൻറ്റെയിൻ ദ വർക്ക് ഏരിയ ഇൻ എ ക്ലീൻ ആൻഡ് ടൈഡി കണ്ടീഷൻ. മെയിൻറ്റെയിൻ പേഴ്സണൽ ഹൈജീൻ. റിപ്പോർട്ട് ഹൈജീൻ റിലേറ്റഡ് കൺസേൺസ് പ്രോംപ്റ്റ്ലി ടു ദ റെലവൻറ്റ് അതോറിറ്റി ഓർ സേഫ്റ്റി ഓഫീസർ. നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലം വൃത്തിയും വെടിപ്പുമുള്ളതായി നിലനിർത്തുക. വ്യക്തി ശുചിത്വം പാലിക്കുക. ഹൈജീൻ റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സ് എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ ബന്ധപ്പെട്ട അധികാരികളെയോ അല്ലെങ്കിൽ സേഫ്റ്റി ഓഫീസറിനെയോ അറിയിക്കുക. ഇവ ഓരോന്നും എന്താണെന്ന് നമുക്ക് വിശദമായി നോക്കാം. ഒന്നാമതായി നമ്മുടെ വർക്ക് പ്ലേസ് എങ്ങനെ ക്ലീൻ ആൻഡ് ടൈഡി ആയി മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ, ഇംപ്ലിമെൻറ്റ് എ ഹൈജീൻ പോളിസി. Provide staff with a written hygiene policy. Inform them of your intentions and expectations of a clean workplace. This helps communicate to staff that you also take workplace hygiene seriously. നമ്മുടെ സ്റ്റാഫിനെ ഒരു എഴുതി തയ്യാറാക്കിയ ഹൈജീൻ പോളിസി നിർബന്ധമായും നൽകുക. അതിലൂടെ അവർക്ക് നമുക്ക് ശുചിത്വം പാലിക്കുന്നതിൻ്റെ ആവശ്യകതയെപ്പറ്റി ബോധ്യപ്പെടുത്താനും എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് അവരിൽ നിന്ന് മാനേജ്മെൻറ്റ് പ്രതീക്ഷിക്കുന്നതെന്നും മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട് കഴിയും. അതുമാത്രമല്ല, മാനേജ്മെൻറ്റ് വർക്ക് പ്ലേസ് ഹൈജീന് എത്രമാത്രം ഗൗരവം കൊടുക്കുന്നു എന്നുള്ളതും ഈ റിട്ടേൺ ഹൈജീൻ പോളിസി കൈമാറുന്നതിലൂടെ അവരെ ബോധ്യപ്പെടുത്തുവാൻ കഴിയും എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ, പുട്ട് അപ്പ് സൈനേജസ് ദാറ്റ് വിൽ റിമൈൻഡ് എവരിവൺ ടു കീപ് ക്ലീൻലിനെസ് ഇൻ മൈൻഡ്. വർക്ക് ഏരിയയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ വിവിധ സ്ഥലങ്ങളിലായിട്ട് ശുചിത്വത്തെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള സിംബലുകളോ സൈനേജുകൾ അല്ലെങ്കിൽ പിക്ചേഴ്സൊക്കെ സ്ഥാപിക്കുകയാണെങ്കിൽ എല്ലാ ആൾക്കാരുടെയും മനസ്സിൽ ശുചിത്വത്തെ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുവാനായിട്ട് ഇത് വളരെയധികം സഹായിക്കും. Come up with a checklist for your employees' work areas and actionable things that they can do to scan or do before leaving every day. എല്ലാ ദിവസവും ഒരു ചെക്ക് ലിസ്റ്റുമായിട്ട് ഈ ഹൈജീൻ പോളിസിയെ സംബന്ധിക്കുന്ന തരത്തിൽ തയ്യാറാക്കിയ ഒരു ചെക്ക് ലിസ്റ്റുമായിട്ട് വർക്ക് ഏരിയകൾ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെയൊക്കെ എംപ്ലോയീസ് എത്രമാത്രം ശുചിത്വം പാലിക്കുന്നുണ്ടെന്നും അവ ഉറപ്പുവരുത്തുന്നതിനായി അവർ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് പരിശോധിക്കുവാനും എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ അത് കൃത്യമായി അവരെ പറഞ്ഞു മനസ്സിലാക്കി ചെയ്യിപ്പിക്കുന്നതിനുമായിട്ട് കഴിയുന്നു എന്നുള്ളതാണ്. മറ്റൊന്നാണ് വേസ്റ്റ് ഡിസ്പോസൽ. അതായത് നമ്മളുടെ വർക്ക് പ്ലേസിൽ ധാരാളം വേസ്റ്റ് മെറ്റീരിയൽ അല്ലെങ്കിൽ വേസ്റ്റ് പേപ്പറൊക്കെ സാധാരണയായിട്ട് ഉണ്ടാകാറുണ്ട്. ഓഫീസിലൊക്കെ ഒരുപാട് പേപ്പറുകൾ വേസ്റ്റായിട്ട് നമ്മൾ ഡസ്റ്റ് ബിന്നിലേക്ക് ഇടാറുണ്ട്. ഇവ അപ്പോൾ തന്നെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അതേ ദിവസം തന്നെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ അവ കുന്നുകൂടിയിരുന്നുണ്ടാകുന്ന മാലിന്യ പ്രശ്നം നമുക്ക് പരിഹരിക്കുന്നതിനായിട്ട് കഴിയും. അതിനായി അതാത് ദിവസത്തെ വേസ്റ്റ് അതാത് ദിവസം തന്നെ കളക്ട് ചെയ്യുകയും പിന്നീടത് വിറ്റ് കളയുകയോ അതല്ല എങ്കിൽ തീരെ ഉപയോഗയോഗ്യമല്ലാത്തത് നമുക്ക് കത്തിച്ച് കളയുകയോ ചെയ്യാവുന്നതാണ്.
സൗകര്യപ്രദമായ സ്ഥലങ്ങളിൽ ആവശ്യത്തിന് ക്ലോക്ക് റൂമുകൾ, ടോയ്ലറ്റുകൾ, വാഷിംഗ് സൗകര്യങ്ങൾ എന്നിവ നൽകണം. ഇവ വൃത്തിയായി സൂക്ഷിക്കുകയും നല്ല സാനിറ്ററി അവസ്ഥയിൽ സൂക്ഷിക്കുകയും വേണം. അതുപോലെ തന്നെ ജീവനക്കാർക്ക് ഹാൻഡ് സാനിറ്റൈസറുകൾ, ക്ലീനിംഗ് വൈപ്പുകൾ, ടിഷ്യൂകൾ എന്നിവ നൽകുക. അടുത്തത് കുടിവെള്ളമാണ്. അനുയോജ്യമായ സ്ഥലങ്ങളിൽ ആവശ്യത്തിന് കുടിവെള്ളം വിതരണം ചെയ്യുന്നതിന് ശരിയായ ക്രമീകരണങ്ങൾ സ്ഥാപനം ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ യൂറിനൽസ്, ലാട്രിൻ, വാഷിംഗ് ഏരിയ എന്നിവയുടെ സമീപത്ത് നിന്നും, അതായത് ഏകദേശം 20 അടി അകലത്തിൽ മാറി വേണം ഇവ ക്രമീകരിക്കേണ്ടത്. നെക്സ്റ്റ്, ക്യാൻറ്റീൻ. ധാരാളം ആളുകൾ ജോലി ചെയ്യുന്ന ഓരോ ഓഫീസിലും ഒരു ക്യാൻറ്റീൻ ഉണ്ടായിരിക്കണം. ഇത് സബ്സിഡി നിരക്കിൽ ചായ, ലഘുഭക്ഷണങ്ങൾ, മറ്റു മീൽസ് എന്നിവ ജീവനക്കാർക്ക് നൽകണം. റെസ്റ്റ് റൂംസ്. ലോങ് ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുമ്പോഴും മറ്റവസരങ്ങളിലും ഇടവേളകളിൽ ജീവനക്കാർക്ക് വിശ്രമിക്കാനും മറ്റുമുള്ള റെസ്റ്റ് റൂംസ് അഥവാ റിട്ടയറിംഗ് റൂംസ് പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. അത്തരം മുറികളിൽ കംഫർട്ടബിളായിട്ടുള്ള കസേരകൾ, സോഫ മുതലായവ നൽകണം. നെക്സ്റ്റ് വൺ, ഓവർ ക്രൗഡിംഗ്. ഓഫീസ് മുറികളിൽ ഒന്നും തന്നെ തിക്കും തിരക്കും അനുഭവപ്പെടരുത്. അങ്ങനെയായാൽ ഇത് ജീവനക്കാർക്ക് മാനസിക സംഘർഷം ഉണ്ടാക്കുകയും അവരുടെ ആരോഗ്യവും കാര്യക്ഷമതയും കുറയ്ക്കുകയും ചെയ്യുന്നു. ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ തങ്ങളിൽ അംഗത്വമെടുത്തിട്ടുള്ള സ്ഥാപനങ്ങൾക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളിൽ നിന്നും ചില നിർദ്ദേശങ്ങളാണ് ഇനി പ്രതിപാദിക്കാൻ പോകുന്നത്. നമ്മൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെയുള്ള വർക്ക് കണ്ടീഷൻസ് ഒക്കെ നിലനിർത്തിയെങ്കിൽ മാത്രമേ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ ആരോഗ്യവും സുരക്ഷിതത്വവും ഉറപ്പാക്കാൻ കഴിയൂ എന്ന് ILO കൃത്യമായി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് ഓരോന്നായി ഒന്ന് നോക്കാം. ഫസ്റ്റ് വൺ, കംഫർട്ടബിൾ ആൻഡ് സ്റ്റഡി ടെമ്പറേച്ചർ ആസ് സർക്കംസ്റ്റാൻസസ് പെർമിറ്റ് ഷാൾ ബി മെയിൻറ്റെയിൻഡ് ഇൻ ഓൾ പ്രെമിസസ് യൂസ്ഡ് ബൈ വർക്കേഴ്സ്. തൊഴിലാളികൾ ഉപയോഗിക്കുന്ന എല്ലാ കെട്ടിടങ്ങളും ആ തൊഴിലാളികളുടെ ആരോഗ്യത്തിന് താങ്ങാൻ പാകത്തിലുള്ള ടെമ്പറേച്ചർ നിലനിർത്താനായിട്ട് ഓരോ സ്ഥാപനവും ശ്രദ്ധിക്കേണ്ടതാണ്. All workplaces shall be so laid out and workstations so arranged that there is no harmful effect on the health of the worker. വർക്കേഴ്സിൻ്റെ ആരോഗ്യത്തെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു വിനാശകരമായ ഇഫക്റ്റും അവരുടെ ആരോഗ്യത്തിന് വരുത്തുന്നില്ല എന്നുറപ്പു വരുത്തുന്ന വിധത്തിൽ വേണം ഓരോ വർക്ക് പ്ലേസും അറേഞ്ച് ചെയ്യേണ്ടത്. A sufficient supply of wholesome drinking water or of some other wholesome drink shall be made available to workers. അതായത് നേരത്തെ പറഞ്ഞതാണ്, അതൊന്നുകൂടെ ഈ ILOയുടെ റെക്കമെൻഡേഷനിൽ പ്രത്യേകം പറയുന്നുണ്ട്. ആരോഗ്യകരമായ കുടിവെള്ളം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ശുചിയായ ആരോഗ്യപാനീയം തൊഴിലാളികൾക്ക് ലഭ്യമാക്കുന്നതിനുള്ള അറേഞ്ച്മെൻറ്റ് സ്ഥാപനം നടത്തേണ്ടതാണ്. അത് ആവശ്യമുള്ള തോതിൽ അവർക്ക് ലഭ്യമാക്കുകയും വേണ്ടതാണ്. All premises used by workers and the equipment of such premises shall be properly maintained and kept clean. All premises used by workers shall have sufficient and suitable ventilation, natural or artificial or both, supplying fresh or purified air. All premises used by workers shall have sufficient and suitable lighting. Workplaces shall as far as possible have natural lighting. അതായത് ജീവനക്കാർ ഉപയോഗിക്കുന്ന എല്ലാ കെട്ടിടങ്ങളും വൃത്തിയായി സംരക്ഷിക്കേണ്ടതും അതുപോലെ തന്നെ അവിടെ ഉപയോഗിക്കുന്ന എല്ലാ ഉപകരണങ്ങളും ശരിയായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുമാണ്. അതുപോലെ ആരോഗ്യ സംരക്ഷണത്തിനായിട്ട് ജീവനക്കാർക്ക് ആവശ്യമായ തോതിൽ വെന്റിലേഷൻ ഫെസിലിറ്റികൾ ലഭ്യമാക്കണം. അതായത് ശുദ്ധമായ വായു ലഭിക്കത്തക്ക വിധത്തിൽ നാച്ചുറൽ വെന്റിലേഷനോ അഥവാ ആർട്ടിഫിഷ്യലായിട്ടുള്ളതോ പ്രൊവൈഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെയാണ് ലൈറ്റിങ്ങിൻ്റെ കാര്യത്തിൽ പ്രോപ്പറായിട്ടുള്ള ലൈറ്റിംഗ് ഫെസിലിറ്റികൾ സ്ഥാപനത്തിൽ കൃത്യമായി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം.
Sufficient and suitable washing facilities and sanitary convenience shall be provided and properly maintained. Sufficient and suitable seats shall be supplied for workers, and workers shall be given reasonable opportunities of using them. Underground or windowless premises in which work is normally performed shall comply with appropriate standards of hygiene. The working environment shall be kept free from any hazard due to air pollution, noise or vibration by using appropriate technical measures applied or otherwise by providing appropriate personal protective equipment to the workers. Proper training must be given to the workers to prevent the occupational hazards in the working environment. Working environmentil എന്തെങ്കിലും അപകടം ഉണ്ടാവുകയാണെങ്കിൽ അത് നേരിടുന്നതിനായിട്ട് ആവശ്യമായിട്ടുള്ള പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് ജീവനക്കാർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കുവാനുള്ള എന്തെങ്കിലും പ്രൊട്ടക്റ്റീവ് മെഷേഴ്സൊക്കെ അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടെക്നിക്കൽ മെഷേഴ്സൊക്കെ അവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ടാകണം. അതുപോലെ തന്നെ ഒക്കുപ്പേഷണൽ ഹസാർഡ്സ് പ്രിവെൻറ്റ് ചെയ്യുന്നതിനായിട്ട് ശരിയായ രീതിയിലുള്ള ഒരു ട്രെയിനിങ് വർക്കേഴ്സിന് ആദ്യം തന്നെ നൽകേണ്ടതും ആവശ്യമാണ്. അടുത്തത് പേഴ്സണൽ ഹൈജീൻ അറ്റ് വർക്ക് പ്ലേസ് എന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ഫസ്റ്റ് ഇയറിലെ പാഠഭാഗങ്ങളിൽ നിന്നും പേഴ്സണൽ ഹൈജീൻ ആൻഡ് ഗ്രൂമിങ്ങിനെ പറ്റി വളരെ വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഈ പാഠഭാഗത്തിലും നമുക്ക് പേഴ്സണൽ ഹൈജീനെ പറ്റി ചിലത് പ്രതിപാദിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാനത് സൂചിപ്പിക്കുകയാണ്. ബോഡി ഓഡർ ക്യാൻ ബി റിപ്പൾസീവ്. ഗെറ്റ് റിഡ് ഓഫ് ബാഡ് ബ്രെത്ത്. പെർഫെക്റ്റ് ഗ്രൂമിംഗ് ഈസ് എ പാർട്ട് ഓഫ് ഗുഡ് ഹൈജീൻ. ഹാൻഡ് വാഷിംഗ് ഇവയാണ് പേഴ്സണൽ ഹൈജീനിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അടുത്തതായി ഫയർ സേഫ്റ്റി പ്രൊസീജിയർ എന്ന വിശദമായ ഒരു ടോപ്പിക്കാണ് നമ്മുടെ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ടോപ്പിക്കിൽ ഫയർ എന്നാൽ എന്ത്, എങ്ങനെ ഫയർ ഒക്കർ ചെയ്യുന്നു, ടൈപ്സ് ഓഫ് ഫയർ, ഫയർ എക്സ്റ്റിങ്ക്വിഷിംഗ് പ്രിൻസിപ്പിൾ, ഫയർ എക്സ്റ്റിങ്ക്വിഷിംഗ് മെത്തേഡ് ആൻഡ് പ്രൊസീജിയർ എന്നിവ മനസ്സിലാക്കേണ്ടതാണ്. ഒരു വീഡിയോയുടെ സഹായത്തോടു കൂടി നമുക്ക് ഈ ടോപ്പിക് മനസ്സിലാക്കാം. For a fire to occur, 3 elements are necessary. First, a fuel source. Fire needs something to burn, such as a solid, liquid, or gas. Second, an adequate oxygen supply. There needs to be a sufficient supply of oxygen to keep a fire burning. And third, heat or an ignition source, something to start the fire. When all 3 elements are present, they cause a chain reaction, which results in combustion, or otherwise known as fire. These can be remembered as the fire triangle. Not all fires are the same. In fact, there are 5 classes of fire, and each requires a specific extinguisher. Before using an extinguisher, be sure to take note of the classification on the label. Using the wrong type of extinguisher can be life-threatening. Portable fire extinguishers are extremely handy, but they should only be used against fires at their initial stages. Once the fire starts to grow, it's best to evacuate the building. Extinguishers should never be viewed as substitutes, but rather as complements to automatic fire detection and suppression systems, such as fire alarm systems, smoke and heat detectors, and fire sprinklers. Okay, so let's check out each class of fire and which extinguisher to use. A Class A fire consists of ordinary combustibles. A Class A fire extinguisher contains water to remove the heat from the fire by cooling it. A Class B fire occurs when flammable or combustible liquids ignite. A Class B fire extinguisher contains dry chemicals to smother the fire. A Class C fire involves energized electrical equipment. A Class C fire extinguisher contains an agent that is non-conductive, such as carbon dioxide. A Class D fire occurs when the fuel is a combustible metal. A Class D fire extinguisher contains dry powder to smother the fire. A Class K fire occurs when cooking oils and fats ignite, usually in commercial cooking areas such as restaurants and cafeterias.
A Class K fire extinguisher contains a dry and or wet chemical mixture, which forms a soapy foam to suppress the fire. Now it's time for the hot seat. Can you match the correct extinguisher to each class of fire? Of fire extinguisher. Method to operate fire cylinder. Read the labels and learn how to operate fire extinguisher. Pull the safety pin of the cylinder. Face the head of the hose of the cylinder towards the base of the flame. Press the hand lever. Keep on moving the hose left and the right on the surface of the fire until fire is extinguished. Call emergency immediately if fire is beyond your control. Special precaution to be kept during firefighting. Don't use water for extinguishing fire on electrical equipment. It may give electric shock. While using carbon dioxide cylinders, cylinder and hose become very cold, which may cause cold burn. Therefore, use it without touching metallic parts with hands. Hold hose also at the right places. Don't obstruct access to fire extinguishers. If you don't know firefighting, seek help immediately. അടുത്തതായി നമുക്ക് ഫയർ പ്രിവെൻറ്റ് ചെയ്യുവാനായിട്ട് ഒരു ഓഫീസിൽ സ്വീകരിക്കാവുന്ന മാർഗങ്ങളെക്കുറിച്ച് നോക്കാം. Adequate fire extinguishing equipment should be installed. Staff should be trained in the use of firefighting equipment. Fire exit should be marked and kept free of obstructions. Firefighting equipment and fire alarms must be checked periodically. Staff should be educated in the proper procedure in the event of fire. All worn out electrical wiring should be duly replaced or repaired. All open coal, electrical and gas wells should be avoided. Smoking should not be allowed or proper ashtrays should be provided to avoid fire by burning cigarette butts. Main electrical switches should be put off after working hours and at weekends. Office premises should be kept free of combustible materials like newspaper. അടുത്തതായി നമുക്ക് ചില സേഫ്റ്റി സൈൻസും അവ എന്താണ് അർത്ഥമാക്കുന്നതെന്നും നോക്കാം. ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ നമ്മൾ പ്രധാനമായും രണ്ട് ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തത്. ഒന്നാമത്തേത് ഹൗ ടു മെയിൻറ്റെയിൻ എ ഹെൽത്തി ആൻഡ് ഹൈജീനിക് എൻവയോൺമെൻറ്റ് അറ്റ് വർക്ക് പ്ലേസ് എന്നതാണ്. രണ്ടാമത്തേത് ഫയർ ആൻഡ് സേഫ്റ്റി ടെക്നിക്സ് ആണ്. ഒരു ഡെമോൺസ്ട്രേഷൻ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഫയർ ആൻഡ് സേഫ്റ്റി ടെക്നിക്സ് ഡിസ്കസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായ എല്ലാ കാര്യങ്ങളും ഒരു ചെറു കുറിപ്പിൻ്റെ രൂപത്തിൽ തയ്യാറാക്കി നിങ്ങളുടെ ടീച്ചർക്ക് നൽകേണ്ടതാണ്.
ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.